നൂറ്റാണ്ടുകളോളം മറഞ്ഞുകിടന്ന ഇൻക നഗരം. ഒരു നഗരം, ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിലൊന്നായ ഇൻക സാമ്രാജ്യത്തിന്റെ ഭാഗം. സ്പാനിഷ് സൈന്യം ഇൻകരുടെ തലസ്ഥാനങ്ങൾ കണ്ടെത്തി, ക്ഷേത്രങ്ങൾ കണ്ടെത്തി, കൊട്ടാരങ്ങൾ കണ്ടെത്തി. പക്ഷെ ഒരു നഗരം മാത്രം അവരുടെ കണ്ണിൽപ്പെട്ടില്ല. നൂറ്റാണ്ടുകളോളം അത് മലകൾക്കിടയിൽ മറഞ്ഞുകിടന്നു. ആ നഗരം എങ്ങനെയാണ് ലോകത്തിന്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടത്? അതാണ് മാച്ചു പിച്ചുവിന്റെ കഥ. പെറുവിലെ ആൻഡീഡ് മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2430 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഇൻക നഗരമാണ് മാച്ചു പിച്ചു. ഇന്ന് അവിടെ എത്താൻ പോലും യാത്ര എളുപ്പമല്ല. മലനിരകളും താഴ്വരകളും കടന്നാണ് ആളുകൾ അവിടെ എത്തുന്നത്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. 600 വർഷങ്ങൾക്ക് മുമ്പ് ക്രെയിനുകളില്ല, ബുൾഡോസറുകളില്ല, ട്രക്കുകളില്ല. എന്നിട്ടും ഈ മലമുകളിൽ ഇത്രയും കൃത്യതയോടെ ഒരു നഗരം അവർ എങ്ങനെ നിർമ്മിച്ചു? എവിടെയാണ് ഇൻക എഞ്ചിനീയറിംഗിന്റെ മികവ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്? ഇൻക ജനത ഇരുമ്പ് ഉപയോഗിച്ചിരുന്നില്ല, ഗതാഗതത്തിനായി ചക്രവും ഉപയോഗിച്ചിരുന്നില്ല. എന്നിട്ടും ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകൾ അവർ മലമുകളിൽ എത്തിച്ചു. അതിലും അത്ഭുതം, ആ കല്ലുകൾക്കിടയിൽ സിമന്റോ ചുണ്ണാമ്പോ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. ഓരോ കല്ലും പ്രത്യേകം മുറിച്ചെടുത്ത് അടുത്ത കല്ലിനോട് അത്ര കൃത്യമായി യോജിപ്പിച്ചു. പല സ്ഥലങ്ങളിലും അവയ്ക്കിടയിലൂടെ ഒരു കത്തിയുടെ വാൾ പോലും കടത്താൻ കഴിയില്ല. ഇത് വെറും സൗന്ദര്യത്തിന് വേണ്ടിയായിരുന്നില്ല. അതിനു പിന്നിൽ വളരെ ബുദ്ധിപരമായ ഒരു ശാസ്ത്രമുണ്ടായിരുന്നു. ആൻഡീഡ് മലനിരകൾ ഭൂകമ്പങ്ങൾ പതിവുള്ള പ്രദേശമാണ്. സിമന്റുകൾ ഉപയോഗിച്ച് മതിൽ പണിതിരുന്നുവെങ്കിൽ ശക്തമായ ഭൂകമ്പങ്ങളിൽ അത് പൊട്ടിപ്പോകുമായിരുന്നു. പക്ഷെ ഈ കല്ലുകൾ ചെറിയ തോതിൽ ചലിക്കാനും പിന്നെ വീണ്ടും സ്ഥാനത്തിലേക്ക് മടങ്ങിയെത്തുവാനും കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചത്. അതുകൊണ്ടാണ് 6 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടും മാച്ചു പിച്ചുവിലെ പല കെട്ടിടങ്ങളും ഇന്നും നിലനിൽക്കുന്നത്. പക്ഷേ ഇതിലും വലിയ ഒരു എഞ്ചിനീയറിംഗ് രഹസ്യം ഭൂമിക്കടിയിലാണ്. മാച്ചു പിച്ചുവിൽ വർഷത്തിൽ ധാരാളം മഴ ലഭിക്കും. അത്ര ഉയരത്തിലുള്ള ഒരു മലമുകളിൽ ഇത്രയും മഴ പെയ്താൽ സാധാരണ മണ്ണിടിച്ചിൽ ഉണ്ടാവണം. പക്ഷേ അത് വളരെ അപൂർവമായിട്ടാണ് സംഭവിച്ചത്. കാരണം നഗരം പണിയുന്നതിന് മുൻപ് ഇൻക എഞ്ചിനീയർമാർ ഭൂമിക്കടിയിൽ കല്ലുകളും ചരലും മണലും ചേർത്ത് അതിശയകരമായ ഒരു ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയിരുന്നു. മഴവെള്ളം കെട്ടിനിൽക്കാതെ പതുക്കെ താഴേക്ക് ഒഴുകിപ്പോകാൻ ഈ സംവിധാനം സഹായിച്ചു. ഇന്ന് പോലും ചില സിവിൽ എഞ്ചിനീയർമാർ ഈ രൂപകൽപ്പന പഠിക്കുന്നുണ്ട്. മറ്റൊരു കൗതുകകരമായ കാര്യം, മാച്ചു പിച്ചുവിലെ മലഞ്ചെരുവുകൾ വെറുതെ വിട്ടിരുന്നില്ല. അവിടെ പടിപടിയായ കൃഷിത്തട്ടുകൾ നിർമ്മിച്ചിരുന്നു. ഇവ ഭക്ഷ്യവിളകൾ വളർത്താൻ മാത്രമല്ല, മണ്ണിടിച്ചിൽ തടയാനും മഴവെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാനുമുള്ള ഒരു എഞ്ചിനീയറിംഗ് പരിഹാരമായിരുന്നു. അതായത് അവർ പ്രകൃതിയെ മാറ്റാൻ ശ്രമിച്ചില്ല, പ്രകൃതിയോട് ചേർന്നാണ് ഈ നഗരം രൂപകൽപ്പന ചെയ്തത്. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, സ്പാനിഷുകാർ എന്തുകൊണ്ട് മാച്ചു പിച്ചു കണ്ടെത്തിയില്ല? സത്യത്തിൽ അതിന് വ്യക്തമായ ചരിത്ര രേഖകളില്ല. എന്നാൽ ലഭ്യമായ തെളിവുകൾ പ്രകാരം അവർ ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ മറ്റു പല ഇൻക നഗരങ്ങളിലെ പോലെ ഇത് കൊള്ളയടിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തില്ല. 1911 അമേരിക്കൻ പര്യവേഷകനായ ഹിറം ബിംഗം ഈ സ്ഥലം ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കണം, അദ്ദേഹം മാച്ചു പിച്ചു കണ്ടെത്തിയ ആളല്ല. പ്രാദേശിക കർഷകർക്ക് ഈ സ്ഥലം നേരത്തെ തന്നെ അറിയാമായിരുന്നു. ലോകത്തിന് അതിന്റെ ചരിത്ര പ്രാധാന്യം പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്നും മാച്ചു പിച്ചുവിനെ കുറിച്ച് ഗവേഷണം തുടരുകയാണ്. ഇതൊരു രാജകീയ വസതിയായിരുന്നോ, മതപരമായ കേന്ദ്രമായിരുന്നോ, അല്ലെങ്കിൽ രണ്ടും ചേർന്നതായിരുന്നോ? ഇതിനെക്കുറിച്ച് ഗവേഷകർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ആർക്കും സംശയമില്ല, മാച്ചു പിച്ചു പുരാതന ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിൽ ഒന്നാണ്. ഇരുമ്പില്ല, കോൺക്രീറ്റ് ഇല്ല, ആധുനിക യന്ത്രങ്ങളില്ല. എന്നിട്ടും 6 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ഉറച്ചു നിൽക്കുന്ന ഒരു നഗരം. ഒരുപക്ഷെ മാച്ചു പിച്ചു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതായിരിക്കാം. സാങ്കേതിക വിദ്യ എന്നത് എല്ലായ്പ്പോഴും വലിയ യന്ത്രങ്ങളല്ല,
പ്രകൃതിയെ മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെട്ട് നിർമ്മിക്കുന്ന അറിവും അത്ര തന്നെ വലിയൊരു സാങ്കേതിക വിദ്യയാണ്. അതുകൊണ്ടാണ് ഇന്നും ലോകമെമ്പാടുമുള്ള എഞ്ചിനീയർമാരും ചരിത്രകാരന്മാരും പുരാവസ്തു ശാസ്ത്രജ്ഞരും മാച്ചു പിച്ചുവിനെ വെറും ഒരു പുരാതന നഗരമെന്നല്ല കാണുന്നത്. കാലത്തെ പോലും അതിജീവിച്ച മനുഷ്യബുദ്ധിയുടെ ഒരു അത്ഭുത സൃഷ്ടിയായിട്ടാണ് മാച്ചു പിച്ചുവിനെ ഏവരും കാണുന്നത്. ഇത്തരത്തിലുള്ള രസകരമായ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്